ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് കാഞ്ചനേനെയും അതുപോലെ തന്നെ പ്രഭാവതിയും മഹേന്ദ്രനും എല്ലാവരുടെ വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കാഞ്ചന നിന്ന് പ്രസംഗിക്കുകയാണ്. എല്ലാവരുടെ കളിച്ച കളി എന്താണേലും കൊള്ളാം. ശരിക്കും ഗൗതം അഖിലയോട് പറയുന്നത് ഞാൻ കേട്ടതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞു, ഇല്ലെങ്കിൽ ആ പണം നഷ്ടപ്പെട്ടു പോയേനെ. നിങ്ങൾ എന്തീ കാണിച്ചത് എന്ന് ചോദിച്ചു അർജുൻ. നിങ്ങൾക്കെന്താ ഭ്രാന്തായോ? കഷ്ടം, അവരെ സഹായിച്ചതിൽ എന്താ കുറ്റം? നിങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് ഗൗതം പറഞ്ഞു. ഞാൻ എൻ്റെ സുഹൃത്തിനെ സഹായിച്ചു, അതെൻ്റെ ഇഷ്ടം. അതിന് നിനക്കെന്താ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശാണോ? നിങ്ങൾ കെട്ടിയ താലി എൻ്റെ കഴുത്തിലുള്ളിടത്തോളം കാലം നിങ്ങൾക്കുള്ളതെല്ലാം എനിക്കും അവകാശപ്പെട്ടതാണ്. ഞാനത് ചോദിക്കും എന്ന് പറഞ്ഞ് പ്രഭാവതി നിന്ന് ചൂടാകാണ്. എന്ത് പറഞ്ഞ് ഇതിനേക്ക് ഒന്ന് തിരുത്തുക എന്നറിയാതെ മഹേന്ദ്രനെ നിൽക്കുക. രാജേന്ദ്രൻ അവളുടെ മക്കൾക്ക് കൊടുത്തതൊക്കെ തിരിച്ച് വാങ്ങിയത് തുല്യം അയാൾ. നാണമുണ്ടോ അയാൾക്ക്? അതുകൊണ്ടാണ് ഞങ്ങൾ ചെന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് പറ. കഷ്ടം, കടവായിട്ടാണ് അയാൾക്ക് കൊടുത്തത്. അത് ആ കാശ് രാജേന്ദ്രൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. കൊടുക്കട്ടെ, അപ്പം വന്നാൽ മതി മീനും അഖിലയും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇവർക്ക് ഇങ്ങനെ വിറച്ച് കയറുകയാണ്. ഇനി ഇത്തരം നാടകം ഈ വീട്ടിൽ കളിക്കരുത്, മനസ്സിലായോ? താക്കീതേതാ ഡി എന്ന് വിളിച്ചു. അപ്പോൾ വേഗം പേടിച്ചിട്ട് പ്രഭാവതി അടി കിട്ടിയാലോ എന്നോർത്ത് വേഗം അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ കാഞ്ചനയും പുറകെ പോയി. അപ്പം മഹേന്ദ്രനും അച്ഛനും ഗൗതവും അർജുനും ഒക്കെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യുക എന്നറിയില്ല. അപ്പോൾ അർജുൻ ഗൗതത്തോട്, ഗൗതം നീ വേഗം റെഡിയാവുക, നമുക്ക് പോയി അവരെ പോയി കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും റെഡിയാകാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പം മഹേന്ദ്രനും അച്ഛനും അവിടെ ഇരിക്കുകയാണ്. ഇനി എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക? അപ്പം മഹേന്ദ്രൻ്റെ വീട്ടിലാണ് പിന്നെ കാണുന്നത്. അപ്പോൾ ആളാകെ തകർന്ന് നിൽക്കുകയാണ് രാജേന്ദ്രൻ. അപ്പം രാജേന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മക്കളെല്ലാവരും ഉണ്ട്, മാലു ഉണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അഖില ചോദിക്കുക, എന്തിനാ അച്ഛനെ വിവാഹം കഴിച്ചയച്ചത്? വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ. ഇന്ന് വരെ ആ സ്ത്രീ സ്നേഹത്തോട് ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. എന്തിന് അവരച്ഛനെ ഇത്രമാത്രം എന്തുമാത്രം അപമാനിച്ചത്? ഇന്ന് വരെ അച്ഛനിങ്ങനെ തല കുനിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എന്തിനാച്ചാ അവരോട് കാശ് വാങ്ങിയത് എന്ന് ചോദിച്ചു മീനു. വേണ്ടാന്ന് പറഞ്ഞു തമ്മോളെ ഞാൻ പലതവണ. തോട്ടം വിൽക്കുന്നോ അതെടുക്കുമോ എന്നൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രം പോയതാണ്. പക്ഷേ മഹേന്ദ്രൻ്റെയും മക്കളുടെയും വലിയ മനസ്സ് അവരെന്നെ സഹായിച്ചു. അവരെന്നെ സഹായിക്കാൻ നോക്കിയതാ. പക്ഷേ അത് ഇങ്ങനെയായിപ്പോയി. ഇങ്ങനെയായി പോകുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മോളെ. എന്ത് ചെയ്യാൻ പറ്റും? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുൻപിൽ ഞാൻ ഒന്നുമല്ലാതായി പോയല്ലോ മക്കളെ എന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ രാജേന്ദ്രൻ. ഈ സമയത്താണ് നമ്മുടെ അർജുനും ഗൗതവും കൂടി കയറി വരുന്നത്. അപ്പോൾ അഖിലയും മീനും അവിടെ നിൽപ്പുണ്ട്, രാഖിയുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേനും ശരിക്കും ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും അറിയില്ല മീനുവിനും അഖിലയ്ക്കും കേട്ടോ. അപ്പോൾ അവർ എല്ലാവരും ഇങ്ങനെ കരഞ്ഞ് തളർന്ന് ഓരോരുത്തർ ഓരോ വഴിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വേഗം മാലു എഴുന്നേറ്റു. മാലു എന്താ പറയേണ്ടത് മക്കളെ എന്ന് വിളിച്ചു. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക. കടം വീടും വരെ ബന്ധമൊന്നും വേണ്ട എന്നല്ലേ നിങ്ങളുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്? പിന്നെ എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചു. ഒന്നും ചോദിച്ചു വാങ്ങിയതൊന്നും അല്ല, പക്ഷേ നിങ്ങളായിട്ട് എല്ലാം നൽകിയതാണ്. എന്നിട്ടും എൻ്റെ പൊന്നോ, ഞങ്ങൾ എന്തൊക്കെ അനുഭവിക്കണം? വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുൻപിലിട്ട് എന്താ ഞങ്ങളെ അപമാനിച്ചത്? എത്രമാത്രം അപമാനിച്ചത്? ക്ഷമിക്കണം ഞങ്ങളോട് എന്ന് പറഞ്ഞ് അർജുനും ഗൗതം കൈകൂപ്പി നിൽക്കുകയാണ്. ഒന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ശരിക്കും ഞങ്ങളുടെ അറിവോടെ ആയിരുന്നില്ല ഇതൊന്നും നടന്നത്. എല്ലാം അവർ തനിയെ കാണിച്ച പണികളാണ്. ചേച്ചി അമ്മയും ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവരറിയാതെ ഇത്രയും നാൾ ഞങ്ങളിത് മറച്ചു വയ്ക്കാനുണ്ടായത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം കൈവിട്ടു പോയി. തെറ്റ് ഞങ്ങളുടേതാണ്. അനുഭവിച്ചത് മുഴുവൻ നിങ്ങളാണ്. ഉപകാരം ചെയ്തത് വലിയ ഉപദ്രവമായി പോയി. ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും മാറി ഇങ്ങനെ മാപ്പ് പറയാണ് കേട്ടോ. പക്ഷേങ്കിൽ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അപമാനിക്കാനുള്ളതൊക്കെ അപമാനിച്ചില്ലേ? അമ്മയും ചേച്ചിയും ഒക്കെ പറഞ്ഞതിന് ഞങ്ങൾ നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കാം. അതൊന്നും വേണ്ട മക്കളെ എന്ന് പറഞ്ഞു രാജേന്ദ്രൻ. എല്ലാവർക്കും മുൻപിൽ ഒരു ഗതി കെട്ടവനെ പോലെ വീണുപോയി ഞാൻ. നിങ്ങൾ ക്ഷമ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അപമാനിക്കാവുന്നതിനപ്പുറം അപമാനിച്ച് കഴിഞ്ഞില്ലേ? ഇനിയും മതിയായില്ല എന്നാണ് തോന്നുന്നത്.
അവർ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനും മീനുവിനും അഖിലയും കൂട്ടിക്കൊണ്ടു പോകാനുമാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. അമ്മയും ചേച്ചിയും പറഞ്ഞത് മനസ്സിൽ വെക്കാതെ മീനു നീ വാ എന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ നോക്കി എന്നാ മീനുൻ്റെ തീരുമാനം എന്ന്. അപ്പം ഗൗതം പറയാണ്, അഖില ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്യാത്തത് നിങ്ങളിങ്ങനെ അനുഭവിക്കരുത്. അതുകൊണ്ടാണ് ഞങ്ങളീ പറയണത്. നമ്മൾ എവിടെ കഴിയണമെന്ന് തീരുമാനിക്കണത് നമ്മൾ മാത്രമാണ്, അല്ലാതെ അമ്മയും ചേച്ചിയൊന്നും അല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. നീ എന്നോടൊപ്പം വീട്ടിലേക്ക് വരണം അഖില എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല, പ്രതികരിക്കാതെ നിന്നു. ഇവരെന്തെങ്കിലും പറയട്ടെ എന്നോർത്ത്. മീനു വാ മീനു എന്ന് പറഞ്ഞു വീണ്ടും അർജുൻ. അപ്പോൾ അച്ഛനെ ഒന്ന് നോക്കി. എന്നിട്ട് മീനും അഖിലയും ഇവരുടെ രണ്ടുപേരുടെയും അടുത്തേക്ക് ചെല്ലുകയാണ്. ഇല്ല അർജുൻ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛനെ ഇങ്ങനെ ആരും അപമാനിച്ചിട്ടില്ല, ഇത്രമാത്രം. എനിക്കിത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അർജുൻ. എന്താണെങ്കിലും അച്ഛനെ വേദനിപ്പിച്ചവരുടെ അടുത്തേക്ക് ഇനി ഞാൻ വരില്ല അർജുൻ എന്ന് പറഞ്ഞു. അപ്പോൾ രാജേന്ദ്രനും ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്ക് സന്തോഷമായി കേട്ടോ, കാരണം അങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. അഖില ഞാൻ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ അച്ഛനാണ് ഞങ്ങൾക്കെല്ലാം എന്ന് ഉടനെ അഖിലയും പറയാണ്. അച്ഛൻ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് അതിന് ശേഷമേ ഞങ്ങൾക്കൊരു ജീവിതം പോലും ഉള്ളൂ. ആ അച്ഛനെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല ഗൗതം എന്ന് പറഞ്ഞു അഖിലയും. ഞങ്ങൾ ക്ഷമ പറഞ്ഞില്ലേ അഖില? ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങൾ ക്ഷമ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഇവർ മിണ്ടില്ല. കുറച്ച് നേരം ഇങ്ങനെ നിന്നു. അമ്മായി ഇവർ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക എന്ന് അർജുൻ ഇങ്ങനെ പറയുകയാണ്. ഞങ്ങളുടെ കൂടെ ഒപ്പം വരാൻ പറയേ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവരങ്ങനെ പെരുമാറിയെന്ന് കരുതിയിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ അകന്ന് കിടക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിച്ചു. ക്ഷമിക്കും മക്കളെ, എന്താണെങ്കിലും അവർ പറഞ്ഞതാ ശരി, അവർ ചെയ്യുന്നതാ ശരി എന്ന് പറഞ്ഞു ഉടനെ മാലു. അപ്പോൾ ഇവരുടെ ഒപ്പം നിൽക്കുകയാണ്, കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ അവരവിടെ വന്ന് താമസിക്കുന്നത് ഒരിക്കലും നല്ലതിനല്ല. ഇനിയും എൻ്റെ മക്കൾക്ക് സമാധാനം കിട്ടുമോ? നിങ്ങളുടെ അമ്മയും ചേച്ചിയും സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കുമോ അവരെ? ഇല്ല, ഒരിക്കലും അനുവദിക്കില്ല. കുറ്റപ്പെടുത്തും എന്ന് മീനു പറഞ്ഞു. എൻ്റെ അച്ഛനെ വീണ്ടും അപമാനിക്കും, കുറ്റപ്പെടുത്തും, പിന്നെ എന്തൊക്കെ പറയും. ഇനിയും അത് കേട്ട് നിൽക്കാനായിട്ട് എനിക്ക് ഒരിക്കലും കഴിയില്ല അർജുൻ. കേൾക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം കേട്ടു, സഹിക്കാവുന്നതിൻ്റെ അപ്പുറം ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും കഴിയില്ല. എന്ത് തെറ്റാ ചെയ്തത്? എങ്ങനെയെങ്കിലും രാജേന്ദ്രൻ അവരുടെ പണം കൊടുക്കും. പണം അല്ലെങ്കിൽ കടം വീട്ടുന്ന അന്ന് നിങ്ങളുടെ കൂടെ ഇവർ വരും. അതുവരെ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കട്ടെ എന്ന് മുത്തശ്ശിയും പറഞ്ഞു. മക്കളെ നിങ്ങൾ ചെല്ല് എന്ന് രാജേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രാജേന്ദ്രൻ്റെ മനസ്സ് ഇടിഞ്ഞാണ് സംസാരിക്കുന്നത്. എങ്കിലും എൻ്റെ മക്കൾക്ക് ഈ ഗതി വരാൻ കാരണം ഞാൻ തന്നെയാണ്. ഞാൻ മാത്രം എൻ്റെ മക്കൾക്ക് ഈ ഗതി വരുത്താൻ കാരണം. തെറ്റ് തിരുത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞയക്കാം എൻ്റെ മക്കളെ അങ്ങോട്ടേക്ക്. അതിനുശേഷം മാത്രം. കടം വീടുന്നതിന് മുൻപ് ഒരു ബന്ധവും വേണ്ട, അത് ശരിയാവില്ല എന്ന് രാജേന്ദ്രൻ കരഞ്ഞുകൊണ്ടാണ് പറയണത്. നിങ്ങൾ ചെല്ല് മക്കളെ, നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞു. ഗൗതം ദൈവീത് നിങ്ങളിപ്പോ ഇനിയും എൻ്റെ മക്കളെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. എന്ത് തെറ്റാ അവർ നിങ്ങളോടൊക്കെ ചെയ്തത്? ആരോടും ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ശരിയമ്മായി, എന്നാൽ ഞങ്ങൾ പോവാം എന്ന് പറഞ്ഞു അർജുൻ. ബുദ്ധിമുട്ടാവുന്നില്ല, എന്താണെങ്കിലും ഞങ്ങൾ ഇറങ്ങുക എന്ന് അർജുൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അർജുന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നിട്ട് അർജുൻ നേരെ മീനുവിൻ്റെ നേരെ നോക്കി. മീനുവിനും വല്ലാത്ത വിഷമാണ്. വിളിച്ചാൽ ഞങ്ങളുടെ കൂടെ വരും എന്നാണ് കരുതിയത്. സാരമില്ല, എന്താണെങ്കിലും നിങ്ങളുടെ മാനസികാവസ്ഥയും ഞങ്ങൾ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് സാരമില്ല മീനു, അതൊന്നും പ്രശ്നമല്ല. എന്താണെങ്കിലും ഇനി ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാത്തിനും മാപ്പ്, എന്നെ ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു വൈരാഗ്യം തോന്നരുത് എന്ന് പറഞ്ഞിട്ട് അർജുനും ഗൗതവും കൂടി അവിടുന്ന് പോവാണ്. ശരി മീനു, അഖില എന്നും പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛ, എന്തിനച്ഛാ? കടം വീട്ടിയാലും ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞു. ഒരുപാട് സ്നേഹം അവരോട്. പക്ഷേ അവരുടെ അമ്മയ്ക്കും ചേച്ചിക്കും ഇടയിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല അച്ഛ, അതുകൊണ്ടാണ്. അപ്പം മീനു അപ്പുറത്ത് നിൽക്കുന്നു, ഇപ്പുറത്ത് അഖില നിൽക്കുന്നു. അപ്പോൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിന്നാണ് ഈ പറയണത്. അപ്പം മീനു നേരെ അച്ഛൻ്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നിട്ട് അച്ഛൻ്റെ കൈ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ വിഷമിക്കല്ലേ, ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നുണ്ട്. ഒന്നും വേണ്ട അച്ഛൻ, നമുക്ക് ജീവിത അവസാനം വരെ അച്ഛൻ മതി ഞങ്ങൾക്ക്. ഞങ്ങൾ സന്തോഷമായി ജീവിച്ചോളാം. അർജുൻ അവൻ എൻ്റെ ജീവനാ. പിരിഞ്ഞിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എങ്കിലും അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. അച്ഛൻ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് മീനു നിന്ന് കരയുകയാണ്. അച്ഛൻ്റെ മക്കളായി മാത്രം
ഇനി ജീവിത അവസാനം വരെ ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. മോളെ എന്ന് പറഞ്ഞാണ്ട് വേഗം മീനുവിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിന്ന് കരയാണ് രാജേന്ദ്രൻ. പിന്നെ വീട്ടിലാണ് കാണുന്നത്. അപ്പോൾ അർജുൻ ആകെ സങ്കടമായി മീനുവിൻ്റെ കാര്യം ഓർത്തിട്ട് മീനുവിൻ്റെ ഓരോരോ ഓർമ്മകൾ കട്ടിലിൽ കയറി കിടന്നിട്ട് മീനുവിനെ ഇങ്ങനെ എന്താ പറയുക സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നു. ആ സമയം മീനു പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. ഇല്ല അർജുൻ, ഇനി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞ കാര്യം എൻ്റെ അച്ഛനെ ഇങ്ങനെ ആരും അപമാനിച്ചിട്ടില്ല. ഇനി എനിക്കത് സഹിക്കാൻ കഴിയില്ല അർജുൻ, ഞാൻ വരുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അച്ഛനെ വേദനിപ്പിച്ചവരുടെ അടുത്തേക്ക് ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പം അർജുൻ കുറേ നേരം നിന്നു. എന്നിട്ട് മീനുൻ്റെ സാരി ഒരു അലമാരിയിൽ നിന്ന് എടുത്തിട്ട് അതും ചേർത്ത് പിടിച്ച് ആളിങ്ങനെ ഇരിക്കുകയാണ്. അർജുൻ്റെ സങ്കടം എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ സമയം നമ്മുടെ കാഞ്ചനയും പ്രഭാവതിയും ഭയങ്കര സന്തോഷത്തിലാണ്. ഹോ, എന്തൊക്കെ പറഞ്ഞാലും 1-2 രൂപയൊന്നും അല്ല കേട്ടോ, 50 ലക്ഷമാണ് ഇപ്പോൾ കൊടുത്തിരിക്കണത്. അതും ചുമ്മാ 1 രൂപ പലിശ കിട്ടിയാൽ തന്നെ എത്ര കാശായി കിട്ടുക അല്ലേ. ഷോ, എന്തായാലും അമ്മ ഇങ്ങനെ ചെയ്തത് നന്നായിട്ടോ അമ്മേ. നാട്ടുകാരൊക്കെ ഇതറിഞ്ഞു. രാജേന്ദ്രൻ മാമന് ഇനി എന്താണേലും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി. ഒരു കണക്കിന് ആ കാശ് വാങ്ങിയത് നന്നായി അല്ലേ അമ്മേ. മീനുവിനെയും അഖിലയും തുരത്താൻ കഴിഞ്ഞല്ലോ. എത്രമാത്രം ആഗ്രഹിച്ചതാ, എത്ര ശ്രമിച്ചതാ നമ്മൾ. ഇപ്പോഴാ അത് നടന്നു കിട്ടിയത്. അപ്പോൾ അവരട്ടഹസിച്ച് ചിരിക്കുക. രാജേന്ദ്രൻ ഇപ്പം പാപ്പഴാ. കാശ് തരാനായിട്ട് ഒരു വഴിയില്ല അയാൾക്ക്. മീനും അഖിലയും അവിടെ കിടക്കും, എൻ്റെ മക്കളെ ഇവിടെയും. രാജേന്ദ്രൻ്റെ സ്വഭാവം എനിക്കറിയാം, വാശിക്കാരനാ. എൻ്റെ മക്കളെ എത്ര തവണ യാചിച്ചാലും അയാളുടെ മക്കളെ ഇങ്ങോട്ടേക്ക് വിടില്ല. നല്ല പണി എന്താണെങ്കിലും കിട്ടിയത്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അർജുൻ വരുന്നത്. എന്തൊക്കെയായിരുന്നുടാ നിൻ്റെ അഭിനയം മണിയറ ഒരിക്കൻ്റെ പെറ്റേന്ന് നീ കളിച്ച കളി എന്തൊക്കെയാ. ഞങ്ങളുടെ മുന്നിൽ നിന്ന് മലക്കം മറിയായിരുന്നില്ലേ. ഇപ്പം അവൾ അവിടെ, ഇവിടെ നീയാ. നിങ്ങൾക്ക് 2 പേർക്ക് സന്തോഷമായല്ലോ. സന്തോഷം മാത്രമല്ല മോനെ, സമാധാനമായി. എന്ത് പറയാനെന്നറിയില്ല. ദേ ഞാൻ ഇവിടെയുണ്ട്. ഈ വീട്ടിൽ ഞാനുണ്ടെന്ന് നീ ഓർക്കണമായിരുന്നോ. കുറച്ച് നാൾ എന്നെ മറന്നായിരുന്നല്ലോ ആട്ടം. അതിന് തന്ന ശിക്ഷ ഇത്. അതെ, പിന്നെ മുകളിലൊരാളുണ്ട്, അത് മറന്നിട്ടാ ചേച്ചിയുടെയും അമ്മയുടെയും കളി. ശിക്ഷ പുറകെ വരും, കാത്തിരുന്നു 2 പേരും. വരട്ടെ, ഞങ്ങൾ എന്താണേലും വെയിറ്റ് ചെയ്യാം. ശരി. അപ്പോൾ അർജുൻ ഇങ്ങനെ മിണ്ടാതെ നിന്ന് കുറച്ചു നേരം. എന്തായാലും നിൻ്റെയും ഗൗതമിൻ്റെ കെട്ടിയോളുമാർ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല കേട്ടോ. നീ ആ വീട്ടിൽ ചെന്ന് ഇവിടെ ഞങ്ങളുടെ മുന്നിൽ കാണിച്ചു കൂട്ടിയ പോലെ കൊഞ്ചാനും കൊഴയാനും ഒന്നും നിൽക്കണ്ട. രാജേന്ദ്രൻ നിൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. ഈ വീട്ടിലേക്ക് ഞാൻ മീനുവിൻ്റെ കൈയും പിടിച്ച് വരും, കാണണോ എന്ന് ചോദിച്ചു. ആഹാ, നീ ചുമ്മാ ചിരിപ്പിക്കല്ലേ മോനെ. നീ ഇനി ഒരിക്കലും നടക്കാത്ത സ്വപ്നം അത് നടക്കില്ല. എന്നെ ഇഷ്ടമില്ലാതെ കെട്ടിയതാ നിങ്ങൾ അവളുമാരെ. അതുകൊണ്ട് തന്നെ 2നെയും ഇവിടുന്ന് ഓടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നാളായി. എന്തായാലും ഇപ്പം അത് നടന്നു, സന്തോഷം. നീ പലതും സ്വപ്നം കണ്ടോ, പക്ഷെ അതൊന്നും ഇവിടെ നടക്കാൻ പോണില്ല കേട്ടോ. മീനും അഖിലയും ഇനി ഈ വീടിൻ്റെ പടി ചവിട്ടില്ല. കാണാം എന്ന് പറഞ്ഞു. ശരി കാണാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോവാണ്. ഇനി അവനെങ്ങാനും കൂട്ടിക്കൊണ്ട് വരുമോ? ഒന്നും നടക്കില്ല. നീ ധൈര്യമായിട്ടിരി കാഞ്ചനെ എന്ന് പറഞ്ഞ് പ്രഭാവതി അടുത്ത കണക്കൂടലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം മീനു വീടിൻ്റെ വാതൊക്കെ ഇരിക്കണു. അർജുൻ വീണ്ടും അങ്ങോട്ടേക്ക് ചെന്നിരിക്കുകയാണ്. അർജുൻ എന്തിനാ വന്നത്, എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. അതെന്ത് ചോദ്യമാണ് മീനു എന്ന് ചോദിച്ചു. വീട്ടിലെല്ലാവരും എങ്ങനെ ഇരിക്കണോ? അതിനെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും തകർന്നു പോയി അച്ഛൻ്റെ മനസ്സ് വീണുപോയി എന്ന് പറഞ്ഞാൽ പോരല്ലോ. ഇതിനു മുൻപ് എൻ്റെ അച്ഛനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടേയില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. വല്ലാത്തൊരു ഷോക്കായിപ്പോയി ഇത്, ഇത്രയധികം ഷോക്ക്. ജോലിയൊന്നും ചെയ്യാതെ എല്ലാവരും എഴുന്നേടത്ത് തന്നെ ഇരിക്കുക. എന്താ പറയുക, മരിച്ച വീട് പോലെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അർജുൻ, ശരിക്കും എനിക്കറിയില്ല. അത്രമാത്രം അപമാനിക്കപ്പെട്ടില്ലേ. പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. തല ഉയർത്തിപ്പിടിച്ച് അച്ഛൻ നടന്നിട്ടുള്ളൂ. ആ അച്ഛൻ്റെ ഇരിപ്പ് കാണുമ്പോൾ സഹിക്കാനേ കഴിയണില്ല. വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മീനു, സോറി മീനു എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതേ അല്ല. വിട് അർജുൻ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം, എല്ലാം നടന്നു കഴിഞ്ഞതല്ലേ. നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്നു, അത് തന്നെ. മീനു, വിഷമമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സങ്കടമുണ്ട്. പക്ഷെ എല്ലാത്തിനും കാരണം ഞങ്ങൾ തന്നെയാണ്. ഉപകാരം ചെയ്തത് മാമന് ഉപദ്രവമായി. വിട് അർജുൻ, അതിനി ഓർത്തിനി വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. എന്താണെങ്കിലും അല്ല, എല്ലാവരും എന്തെടുക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാ, വേറൊന്നുമില്ല എന്ന് പറഞ്ഞു.
ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ പുറത്തു പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു. അയ്യോ ഒന്നും വേണ്ട അർജുൻ എന്ന് പറഞ്ഞു. അതെ മറ്റൊന്നുമല്ല, അർജുൻ വീട്ടിലേക്ക് ചെല്ല്. എന്താ മീനു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? നിങ്ങൾ ചെയ്ത സഹായം കാരണം എൻ്റെ കുടുംബം അപമാനിക്കപ്പെട്ടു. അത് മാത്രമല്ല, നല്ല മനസ്സോടെയാണ് നിങ്ങളത് ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ അത് ഉപദ്രവമായി മാറി. ഒരിക്കലും പറ്റാത്ത ഉപദ്രവം. ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി അർജുൻ. അറിയൂലോ, നിങ്ങളുടെ അമ്മയും ചേച്ചിയും പറഞ്ഞത് എൻ്റെ കാതുകളിൽ ഇപ്പോഴും ഉണ്ട്. അവർക്ക് മുൻപിൽ എൻ്റെ അച്ഛൻ തല കുനിച്ച് നീങ്ങുന്ന ആ രംഗം എങ്ങനെയാണ് ഞാൻ മറക്കുക? എന്തൊക്കെയാണ് പറഞ്ഞത്? സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞത് നിൻ്റെ നല്ല മനസ്സ്, അതും ശരിയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അമ്മ ഇതറിഞ്ഞാൽ വീണ്ടും വരും ഇവിടെ. അവർ വെടിയും പടയായിട്ട് വരും. അതിനും കണക്ക് പറയും. നിങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത നിങ്ങൾക്ക് പോയി മരിച്ചുകൂടെ? എന്തിനാ എൻ്റെ മകനെ പിഴിഞ്ഞ് ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ അവർ ചോദിക്കും. എന്തിനാ അർജുൻ അത് കേൾപ്പിക്കാൻ നിൽക്കുന്നത് എന്ന് മീനു ചോദിച്ചു. അർജുൻ ഒന്നും മിണ്ടിയില്ല. അർജുന് കാര്യമൊക്കെ മനസ്സിലായി. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.